എല്ലാ കൂട്ടുകാർക്കും ഹൈദരാബാദ് ചോയ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ ഡിഷാണ്. നമ്മുടെ ബീൻസ് കൊണ്ടുള്ള ഹൈദരാബാദി ബീൻസ് മസാല കറിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇത് നല്ല ടേസ്റ്റാണ്, ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. അതുപോലെ അപ്പം, ചപ്പാത്തി, പൂരി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ഇതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ബീൻസ് മസാല കറി ഉണ്ടാക്കാനുള്ള ചേരുവകൾ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1/4 കിലോ ബീൻസ് കഴുകി വൃത്തിയാക്കിയെടുത്തത്, 2 സവോള കുഞ്ഞതായിട്ട് അരിഞ്ഞെടുത്തത്, 2 തക്കാളിക്കയും കുഞ്ഞതായിട്ട് അരിഞ്ഞെടുത്തത്, ആവശ്യത്തിന് കറിവേപ്പിലയും മല്ലിയിലയും, ഒരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചിയും, പിന്നെ 3 വെളുത്തുള്ളി. ഇനി നമുക്ക് മസാലകൾ നോക്കാം. ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, 2 ഏലക്ക, 5-6 കശുവണ്ടി, പൊട്ടുകടല കുറച്ച്, 1 ടേബിൾ സ്പൂൺ വെള്ള എള്ള്, എള്ളില്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങായോ എടുക്കാം, 1 ഗ്രാമ്പു, പുളിയില്ലാത്ത കട്ട തൈര് 3 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് ബീൻസ് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം. കുറച്ച് നീളത്തിൽ ഇതൊന്ന് ഇങ്ങനെ ചെരിച്ചൊന്ന് കട്ട് ചെയ്യണം. ഇതുപോലെ നമ്മളിപ്പോൾ നമ്മുടെ എല്ലാ ബീൻസും ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതെങ്ങനെയാണ് ചെയ്യാന്ന് നമുക്ക് നോക്കാം. അത് നമ്മളിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, എള്ള്, പൊട്ടുകടല അതൊക്കെ ചേർത്തിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. നമ്മൾ അടുപ്പത്തൊരു പാൻ വെച്ചായിരുന്നു. പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചായിരുന്നു. എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച ബീൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഒന്ന് വാടി വന്നാൽ മതി. ബീൻസൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ലൈറ്റായിട്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തായിരുന്നു. ഇപ്പം നമുക്ക് ഇതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടട്ടെ. നമ്മൾ കൊത്തി എരിഞ്ഞു വെച്ച സവോള ചേർക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കാം. നമ്മുടെ സവാള ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിക്കയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വരട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് നല്ലപോലെ ഇവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ആ തക്കാളിക്കൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനിയിപ്പം നമ്മൾ മുമ്പ് അരച്ച് വെച്ച ആ പൊട്ടുകടലയും അതൊക്കെ ഇല്ല, അതിൻ്റെ ആ ഒരു അരപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. എന്നിട്ട് നമുക്കിതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സിയിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തായിരുന്നു. ആ മിക്സി കരുകിയ വെള്ളം തന്നെ നമുക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. നമ്മൾ മൂപ്പിച്ച്
വേവിച്ച് വെച്ചേക്കുന്ന ബീൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 മിനിറ്റ് മൂടി വെക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് ഈ സമയത്ത്. ഇനി നമുക്ക് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പിലയും മല്ലിയില ഞാൻ മുമ്പേ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തായിരുന്നു. മല്ലിയിലയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കറി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ നമ്മുടെ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളിപ്പം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഹൈദരാബാദ് ബീൻസ് മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കണം. പൂരിയുടെ കൂടെ, ചപ്പാത്തി, അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു വെറൈറ്റി കോമ്പിനേഷൻ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലിനെയും കൂടി നീക്കി ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ ഷെയറും ചെയ്യണം, കമൻറ്റും ചെയ്യണേ. അപ്പം ഞങ്ങൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. അപ്പോഴത്തേക്കാണ് ബൈ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഹൈദരാബാദ് ബീൻസ് മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കണം. പൂരിയുടെ കൂടെ, ചപ്പാത്തി, അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു വെറൈറ്റി കോമ്പിനേഷൻ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലിനെയും കൂടി നീക്കി ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ ഷെയറും ചെയ്യണം, കമൻറ്റും ചെയ്യണേ. അപ്പം ഞങ്ങൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. അപ്പോഴത്തേക്കാണ് ബൈ.